വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് ഇന്ന് പ്രിയങ്ക ഗാന്ധി MP സന്ദർശിക്കും എന്നൊരു വാർത്ത ഉണ്ട്. തുടർന്ന് അന്തരിച്ച DCC ട്രഷറർ NM വിജയന്റെ കുടുംബാംഗങ്ങളെയും പ്രിയങ്ക ഗാന്ധി ഇന്ന് കാണും. വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി MP വരുന്നുണ്ട്, പല പരിപാടികളുമുണ്ട്. അതേപോലെ തന്നെ UDFന്റെ മലയോര ജാഥയിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു പരിപാടിയുടെ വിശദാംശങ്ങൾ, രാധയുടെ വീടും സന്ദർശിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിൽ ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോഴും വയനാടിൻ്റെ ചുമതലയുള്ള വയനാട്ടിലെ MP പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് തിരികെ നോക്കുന്നില്ല എന്ന വിമർശനം CPM-ഉം BJP ഒക്കെ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾക്കിടയിൽ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നത്. രാവിലെ 11 മണിയോടെ പ്രിയങ്ക ഗാന്ധി കണ്ണൂർ എയർപോർട്ടിലെത്തും. തുടർന്ന് റോഡ് മാർഗമായിരിക്കും മാനന്തവാടിയിലെ ഈ പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തുന്നത്. രാധയുടെ ബന്ധുക്കളുമായും പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങളെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് മനസ്സിലാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും കഴിഞ്ഞ ദിവസം മരിച്ച DCC ട്രഷററായിട്ടുള്ള NM വിജയൻ്റെ വീട്ടിലെത്തുന്നത്. അതിനും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. മറ്റൊരു പരിപാടിയുള്ളത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിൽ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥരുമായി പ്രിയങ്ക ഗാന്ധി നേരിട്ട് സംവദിക്കും. ആ യോഗവും ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുകയാണ്. മറ്റൊന്ന് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ മലയോര പ്രചാരണ ജാഥ ഇന്ന് വയനാട് ജില്ലയിലേക്ക് കയറുകയാണ്. VD സതീശൻ ഇന്ന് പഞ്ചാരക്കൊല്ലിയിലെത്തി ഈ രാധയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, VD സതീശൻ നയിക്കുന്ന ഈ ജാഥയിലും പ്രിയങ്ക ഗാന്ധി ഇന്ന് കൽപ്പറ്റയിൽ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിപാടികൾക്ക് ശേഷമായിരിക്കും ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇന്ന് വൈകിട്ടോടുകൂടി നേരെ ഡൽഹിയിലേക്ക് തിരികെ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വാർത്തകൾ വരുന്ന ഒരു ദിവസം കൂടിയാണ്.